സ്പ്രിംഗ് സീസണിൽ ജപ്പാനിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ചെറി ബ്ലോസവും പ്ലം ബ്ലോസവും പീച്ച് ബ്ലോസം ഒക്കെ കാണാൻ പറ്റും. സാധാരണ ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പൂക്കുന്നത് പ്ലം ബ്ലോസം, പിന്നെ പീച്ച്, പിന്നെ ചെറി എന്നാണ്. പക്ഷെ നമുക്കത് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. കാരണം പല വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്തെല്ലാം. നേരത്തെ പൂക്കുന്ന ടൈപ്പ്, ലേറ്റ് ആയിട്ട് പൂക്കുന്ന ടൈപ്പ്. അതുകൊണ്ട് തന്നെ ഒരു ജനുവരി അവസാനം മുതൽ മെയ് ഫസ്റ്റ് ഒക്കെ വരെ നമുക്ക് ഇത് മാറി മാറി കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതാണ് ചെറി ബ്ലോസം, ഏതാണ് പ്ലം ബ്ലോസം എന്നൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കണ്ടുപിടിക്കുന്ന കുറച്ച് രീതികൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. നമ്മൾ ഇപ്പം ഈ കാണുന്നത് ചെറി ബ്ലോസ് ആണ്. ജാപ്പനീസിൽ ഇതിന് സാക്കുറ എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ഒരു നീളമുള്ള പച്ച തണ്ടുണ്ട്. ആ മരത്തു നിന്ന് ഒരു പച്ച തണ്ട് വന്നിട്ട് അതിനകത്താണ് ഈ പൂവിരിക്കുന്നത്. അതുപോലെ തന്നെ പൂവിന്റെ എതളിന്റെ നടുക്കൊരു വെട്ടിട്ട പോലെയുണ്ട്. ആ വെട്ടിട്ടത് കൊണ്ട് തന്നെ ഞാൻ എഴുതിയ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഹാർട്ടിന്റെ ഒക്കെ ഷേപ്പിലാണ് ഇതിന്റെ ഇതളിരിക്കുന്നത്. ഇപ്പം ഈ കാണുന്നതിനകത്ത് 5 ഇതളുള്ള പൂവാണ് കണ്ടേക്കുന്നത്. ഇത് മാത്രമല്ല ഉള്ളത്, തട്ടായിട്ടുള്ളത്, പല കളറിലുള്ളത്, വെള്ള കളറിൽ, കുറച്ച് ഡാർക്ക് പിങ്ക്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. സാക്കുറയിലുണ്ട്, അതുപോലെ തന്നെ പ്ലം ബ്ലോസത്തിനകത്തും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറയുന്നത്. ഇതിൻ്റെ മൊട്ടും ഓവൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. കൂടാണ്ട് കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ മരം നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ മരം ഇരിക്കുന്നത് കുറച്ച് നീളത്തിലുള്ള വരയായിട്ടാണ്. കണ്ടോ, ഈ മരത്തിൽ ചെറിയ നീളത്തിലുള്ള വര പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഷൈനിങ് ആണ് ഇതിൻ്റെ മരം. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പ്ലം ബ്ലോസം കാണുമ്പോൾ മനസ്സിലാവും പ്ലം ബ്ലോസത്തിൻ്റെ മരം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സാധാരണ കണ്ടുപിടിക്കുന്നത്. എതളിൻ്റെ നടുക്ക് വെട്ടുണ്ടോ എന്ന് നോക്കണം, അതുപോലെ തന്നെ ഞെട്ടുണ്ടോ എന്ന് നോക്കണം, പിന്നെ മരത്തിൻ്റെ നേരെയുള്ള വരയാണോ നോക്കണം. ഈ കാണുന്നത് പ്ലം ബ്ലോസ് ആണ്. ജാപ്പനീസിൽ ഇതിന് ഉമേ എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത നോക്കിക്കേ, ഇതിന് തണ്ടില്ല. മരത്തിൽ നിന്ന് ചെറിയൊരു തണ്ട് വന്നിട്ടല്ല പൂവിരിക്കുന്നത്, ഡയറക്റ്റ് ആ കൊമ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കണ്ടില്ലേ? അതുപോലെ തന്നെ ഇതിന്റെ എതളിന്റെ നടുക്ക് വെട്ടൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് റൗണ്ട് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇതും പല ടൈപ്പിലുള്ളതുണ്ട്, പല വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ തട്ടായിട്ടുള്ളതാണ് കാണുന്നത്, അതാണ് കുറേ ഇതളുകളൊക്കെ ഉള്ളത്. ഇതിന്റെ മൊട്ടും എങ്ങനെയാണ് ഇരിക്കുന്നത്? റൗണ്ട് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇതിന്റെ മരം നോക്കിക്കേ, ഇതൊരു തരം ഇങ്ങനെ പരുക്കൻ പോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ലേ? സാക്കുറേൻ്റെ മരം കുറച്ചും കൂടെ ഷൈനിങ് ആയിട്ട് നേരെയുള്ള ചെറിയ വരകളാണ് അതിനകത്ത് ഇരിക്കുന്നത്. പക്ഷേ പ്ലം ബ്ലോസത്തിലാണെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞ പോലെ തോലൊക്കെ അടർന്നു പോരുന്ന പോലെയാണ് മരം ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പീച്ച് ബ്ലോസം കണ്ടുപിടിക്കുന്നത് ഞാൻ പിന്നെ കാണിക്കാം. കാരണം ഈ സീസണിൽ ഞാൻ ഇതുവരെ പീച്ച് ബ്ലോസം കാണാൻ പോയിട്ടില്ല. കണ്ടു കഴിയുമ്പോൾ കാണിക്കാം. പ്ലം ബ്ലോസം സാക്കുറയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ഈ 3 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിന് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത്. ഇതളുകളുടെ ഷേപ്പ് നോക്കിയിട്ട്, അതുപോലെ തന്നെ തണ്ടുണ്ടോ നോക്കിയിട്ട് മനസ്സിലാക്കാം, അതുപോലെ തന്നെ മരം നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് പ്ലം ബ്ലോസത്തിൻ്റെയും സാക്കുറേൻ്റെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.